മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്. തുടരുന്ന വന്യജീവി അക്രമങ്ങൾക്കെതിരെ ഇ.പി. ജയരാജൻ നയിക്കുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് ശനിയാഴ്ച വണ്ടൂരിൽ സ്വീകരണം നൽകും. രാവിലെ 11 മണിക്ക് എടക്കരയിലും 3 മണിക്ക് വണ്ടൂരിലുമാണ് സ്വീകരണം നൽകുക. വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തുക, അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കുക, നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കുവാൻ അനുവദിക്കുക, ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തുക, വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തിരുവനന്തപുരം CCF ഓഫീസിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന്റെ മുന്നോടിയായാണ് ജാഥ. ഇ.പി. ജയരാജൻ ജാഥ ലീഡറും വത്സൻ പനോളി മാനേജറുമായ ജാഥയ്ക്ക് കർഷക സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വനം വന്യജീവി നിയമത്തിലെ കേന്ദ്ര നിയമത്തിലെ പ്രശ്നമാണ്. 1972 ഉണ്ടാക്കിയ ആ നിയമം യഥാർത്ഥത്തിൽ മനുഷ്യന് അനുകൂലമായിട്ടുള്ള ഒരു നിയമമല്ല. ഒരു മൃഗത്തെ അത് അക്രമകാരിയാണെന്നുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. വെടിവെച്ച് കൊല്ലാൻ അതിൻ്റെ വൈൽഡ് ലൈഫ് വാർഡന് പോലും സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ഉത്തരവിടാൻ കഴിയില്ല. ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ ആ രീതിയിലാണ്. 11A എന്ന് പറയുന്ന ആ നിയമം, അതിൽ വെടിവെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കണം. മൃഗത്തെ പിടിച്ച് ജീവനോടെ പിടിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം ആലോചിക്കണം. മയക്ക് വെടിവെച്ച് അതിനെ പിടികൂടി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാൻ പറ്റുമോ നോക്കണം. ഒരു സാഹചര്യത്തിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് അവിടെ ബോധ്യപ്പെട്ടാൽ, DFOക്ക് ബോധ്യപ്പെട്ടാൽ പോരാ, അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്, ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. ആ നിയമം അനുശാസിക്കുന്നത് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിൻ്റേതായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി തീരെ നിർവാഹമില്ല എങ്കിൽ മാത്രമേ വെടിവെക്കാൻ ഉത്തരവിടാൻ പാടുള്ളൂ എന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്ന് പരിങ്ങുന്നത്. അപ്പോൾ ആ ഒരു നിയമമുണ്ട്. ആ നിയമം 1972 നിയമമാണെന്ന് പറഞ്ഞു, കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ നിയമത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാവണം. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി തയ്യാറാണ്. വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ഭാരവാഹികളായ VM ഷൌക്കത്ത്, J ക്ലീറ്റസ്, അബ്രഹാം വർഗീസ്, അനിൽ നിരവിൽ, M മുജീബ് റഹ്മാൻ, A റഹീം, V സുഫിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈറ്റ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.